അസ്സലാമു അലൈക്കും. ഉമ്മ കൊച്ചമ്മ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്താ ഉമ്മ ഇവിടെ? മക്കളെ ഇവിടെ കൊള്ളിയും ചേമ്പും തണ്ടും കൊണ്ടുള്ള കറിയായിട്ട് ഉണ്ടാക്കണം. സാധനങ്ങൾ ഇടുമ്പോൾ അതിന് കണക്കൊക്കെ പറയാം. നമ്മളിത് കഷ്ണമാക്കി വൃത്തിയാക്കിയിട്ട് വരാം കേട്ടോ. നമ്മൾ തൊലി കളയുക. കൊള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അത് അരിയണം. മക്കളെ കൊള്ളിയും ചേമ്പ കൊള്ളിയും ചേമ്പും എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടണം. ആവശ്യത്തിനുള്ള ഒരു കല്ലുപ്പ് കുറച്ച് ഇതൊക്കെ അത്രക്ക മതി. ഇത് വേവണ്ടേ? പൊടി ഇഷ്ടം മഞ്ഞപ്പൊടി. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കൊള്ളിയും ചേമ്പും തണ്ടൊക്കെ നന്നായി വെന്തൂട്ടാ. ഇനി അത് തൂമിക്കാൻ വേണ്ടിയിട്ടേ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായി. സവോള ഇടും. എടുക്കാൻ പറ്റും. മക്കളെ നമ്മളവർക്ക് മിളക് ചതച്ചത് ഇടണം. 1 ടീസ്പൂൺ മിളക് ചതച്ചത് കേട്ടോ. അപ്പോൾ വേപ്പിൻ്റെ അരിയും ഉള്ളിയും മിളകും ഒക്കെ മൂത്തു. ഇനി നമ്മൾ നമ്മുടെ പഴയ കാല കറി ഇതിലേക്ക് വെക്കണം. മക്കളെ പണ്ടുള്ളവരെ കൊള്ളിത്തണ്ട്, ചേമ്പും തണ്ട്, കൊള്ളി ഒക്കെയാണ് വെക്കുക. പണ്ടൊക്കെ ആൾക്കാർ കൊല്ലത്തിൽ ഞായറാഴ്ച 2-3 ഞായറാഴ്ച അങ്ങനെ പലരും ഇട്ടാ. അന്നൊക്കെ പട്ടിണി പാവങ്ങളല്ല. അപ്പോൾ ഈ കഞ്ഞി വീത്തിലുണ്ടാവും. കഞ്ഞി വീത്തിൽ എന്ന് പറഞ്ഞാൽ വീട്ടിലത്തെ കുട്ടികൾ വന്നിട്ട് കഞ്ഞി ഉച്ചക്ക് കുടിക്കുക. അപ്പം അതിൽ കൊള്ളിത്തണ്ടും ഇല്ല ചേമ്പും തണ്ടും കൊള്ളിയാണ് ഏതാണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ. എൻ്റെ ചെറുപ്പത്തിൽ ഓർമ്മ വരിക. ഞങ്ങളുടെ അടുത്തൊരു മക്കളില്ലാത്തൊരു വലിയപ്പനും വലിയമ്മ ഉണ്ടായിരുന്നു. അവരുടെ കൊല്ലത്തിൽ 3 ഞായറാഴ്ച അടുപ്പിച്ച് കഞ്ഞി വീത്തിലുണ്ടാവും. അപ്പോൾ അവിടുത്തെ മെയിൻ ആൾ ഉപ്പ് കൊടുക്കുന്ന ആൾ ഞാനാണ്. ഞാൻ ചെറിയ കുട്ടിയല്ലേ. അപ്പം ഇവരെന്താട്ടെന്നറിയോ, ഈ വലിയ വലിയ ചെക്കന്മാർ പ്ലാവിൻ്റെ ഇലക്ക് കുത്തിയിൽ ഓട്ടാക്കും. എന്നിട്ട് പറയും വറ്റൊക്കെ കോരി തിന്നും, വെള്ളമാകും. അപ്പം പിന്നെയും കൊണ്ടുപോയിട്ട് കൊടുക്കാൻ പറയും. കഥ ഓർമ്മ വന്നു. അവരൊക്കെ ഇപ്പോൾ എവിടെയാണ് ഓട്ട? വലിയ വലിയ മുതലാളിമാരെ ഉണ്ടാവും. ആ വലിയപ്പം വലിയമ്മൊക്കെ മരിച്ചുപോയി. നമ്മുടെ സാധനം ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ല. ഉമ്മയും കൊച്ചുമോളും ചാനൽ വിജയിപ്പിക്കുക. ഇത് സൂപ്പറാണ്. ടേസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ. ഉമ്മച്ചി ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് നോമ്പാണ് ഗൈസ്. ഉമ്മച്ചി ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉമ്മച്ചിക്ക് നോമ്പെടുക്കാൻ പറ്റില്ല. പിന്നെ നല്ല സൂപ്പർ സാധനമാണ്. അതിൻ്റെ മണമൊക്കെ ഇങ്ങനെ വരും. സൂപ്പർ സാധനം.